ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഈസ്റ്റർ കൂടി നമ്മളിൽ നിന്നും കടന്നു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് രാത്രിയിലായിരുന്നു കുർബാന ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഏകദേശം 12 മണിയോളമായിരുന്നു. പിന്നെ വെളുപ്പിനെ എണ്ണീറ്റ് നടക്കാൻ പോയി. ആ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഒരു 5:30 മണിയായി കാണും. നേരം വെളുക്കാറായി. അപ്പോഴേ അടപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ഒരു കടും കാപ്പി കുടിക്കാമെന്നും വെച്ച് ഞാൻ വെള്ളം വയ്ക്കുകയാണ് അടുപ്പേൽ. അപ്പോഴേ തലേദിവസം ഞാൻ രാത്രിയിൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു. അതിന് തേങ്ങ അരയ്ക്കാനായിട്ട് പൊട്ടിക്കുകയാണ്. അപ്പം പാലപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തലേദിവസം വെള്ളത്തിൽ പച്ചരി, ചോറ്, ഈസ്റ്റ്, പഞ്ചസാര, ഉപ്പ് ഇത്ര ഇട്ട് വെച്ചിരുന്നു. പിന്നെ ഓർത്തു തേങ്ങ പൊതിച്ചുകൊണ്ട് വന്നതില്ലായിരുന്നു. അപ്പം തേങ്ങ പൊതിച്ചുകൊണ്ട് നാളെ രാവിലെ വന്ന് തിരുമ്മി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ പൊതിച്ചുകൊണ്ട് വന്നു. ഇപ്പോഴേക്ക് ഇനി നമുക്ക് തിരുമ്മിയെടുക്കാം പോകാം. അങ്ങനെ തേങ്ങയെല്ലാം തിരുമ്മി എടുത്തു. അപ്പോഴേ ഇനി അരി അരയ്ക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ചിക്കന് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തണുപ്പൊന്ന് മാറാനായിട്ട് ഞാൻ വെളിയിലെടുത്ത് വെച്ചു. അതിനുശേഷം പാലപ്പത്തിന് വേണ്ടിയുള്ള അരി അരച്ചെടുത്തു. അതിന് കറി വയ്ക്കാൻ ഞാൻ മുട്ട പുഴുങ്ങാൻ ഈ ഒരു ഉപകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട് മുട്ട പുഴുങ്ങാനായിട്ട്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ചേച്ചി കൊണ്ട് തന്നതാണ്. ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ്. അതിന് എന്താണ് പേരൊന്നൊന്നും എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ അത്. ഇപ്പോഴേ അതിന് വേണ്ടിയുള്ള സവാള, ഇത്രയും സവാളയൊന്നും അരിഞ്ഞിടുന്നില്ല. അപ്പം ചിക്കന് വേണ്ടിയുള്ള സവാളയുടെ ഇരിക്കട്ടെ, അത് പൊളിച്ചിട്ടെന്നേ ഉള്ളൂ. അതിൽ നിന്നും കുറച്ച് സവാള എടുത്ത് ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിപ്പഴം, പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും നമ്മുടെ മുട്ട പുഴുങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. അത് പെട്ടെന്നാണ്, ഒരു 5 മിനിറ്റിനുള്ളിൽ എത്ര മുട്ടയുണ്ട്, 7 മുട്ട വെച്ച് പുഴുങ്ങാം ഒരേ ടൈമിൽ. അപ്പോഴേ പെട്ടെന്ന് തന്നെ പുഴുങ്ങി കിട്ടും. അതുപോലെ തന്നെ തോടേ പറ്റത്തില്ല മുട്ട. നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ടുവന്നേ പിന്നെ ഞാൻ അതിൽ തന്നെയാണ് മുട്ട പുഴുങ്ങുന്നത്. ഇത് നമ്മുടെ കറിക്കുള്ള വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കറി വയ്ക്കാൻ പോകാം. ഇപ്പോഴും ഞാൻ ചായ അനത്തിയില്ലായിരുന്നു. അപ്പോഴും ചായയോട് അനത്തി കുടിച്ചിട്ട് കറി വയ്ക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് വിറകടുപ്പിലാണ് ഇന്ന് മുട്ടക്കറി ഞാൻ തയ്യാറാക്കുന്നത്. മുട്ടക്കറിക്ക് വേണ്ടിയുള്ള ഉരുളി അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയിൽ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് വഴറ്റി, അത് വഴന്ന് വന്നപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടെ ഇട്ട് നന്നായി വഴറ്റിയ ശേഷം ലാസ്റ്റിലാണ് ഞാൻ തക്കാളിപ്പഴം ഇട്ട് വഴറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന മസാലകളെല്ലാം ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന മുട്ടയും പൊളിച്ച് ഇതിൻ്റെ അകത്തിട്ട് കറി തയ്യാറാക്കി. ഇപ്പോഴും ഉച്ചക്കത്തേക്കിന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. അതിന് വേണ്ടി അരിയാണെങ്കിൽ 2 നാഴി അരിയാണ് ഞാൻ എടുക്കുന്നത്. 2 നാഴി അരി എടുത്ത്
ഇട്ട് അത് അഴുക്കൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് അവിടെ തന്നെ വെച്ചിരുന്നു. പിന്നെ ഞാൻ ഇത് അടുപ്പേൽ കഞ്ഞിക്ക് വെള്ളമാണ് വയ്ക്കുന്നത്, അല്ലാതെ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് വഴറ്റിയൊന്നും എടുക്കുന്നില്ല. എനിക്ക് അതിന് അങ്ങനെ അറിയില്ല. അപ്പോൾ നമുക്ക് ഇനിയും ചോറ് വയ്ക്കാനായിട്ട് പോകാം. പിന്നീട് ഞാൻ റൈസിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തു. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ചോറ് തയ്യാറാക്കിയെടുത്തു. അതിനുശേഷം ഒരു സലാഡ് ഉണ്ടാക്കി. പിന്നെ ചിക്കൻ കറി വെച്ചു. പപ്പടം പൊള്ളിച്ചെടുത്തു. അത്രയുമായിരുന്നു നമ്മുടെ കറികളും ഒക്കെ. അല്ലാതെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല കേട്ടോ. ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും വിട ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ എനിക്ക് അച്ചാറിന് നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, മീനച്ചാർ ഇത്രയുണ്ട്. ഇതിലേത് വേണമെങ്കിലും കൂട്ടിക്കഴിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് നാരങ്ങ അച്ചാറാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.